സത്യം പറയണമെങ്കിൽ ഈ ഒരു വ്ളോഗ് ഇവിടെ പോസ്റ്റ് ചെയ്യണം ഞാൻ തീരെ വിചാരിച്ചല്ല. പക്ഷെ പിന്നെ എനിക്ക് തോന്നി ഇതിവിടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നും ഒരു മെമ്മറി ആയിട്ട് അത് അവിടെ കിടക്കുന്നുള്ളത്. ഗൈസ്, അപ്പൊ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ ഞാൻ നാട് വീടാണ്. അതിന്റെ തലേ ദിവസമായിട്ട് അജു അളിയനൊക്കെ എല്ലാവരും എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കാടെ വൈഫുമാരും മക്കളും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അന്നൊരു മൂവിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൂവിക്കൊക്കെ പോയി വന്നതിന് ശേഷമാണ് ഇവരെല്ലാവരും എത്തുന്നത്. എന്റെ അളിയനും അജു ഒക്കെ അന്ന് തന്നെ പോയിട്ടുണ്ടായിരുന്നു. നന്നായി പഠിക്കുക. അളിയൻ അങ്ങനെ പറഞ്ഞതുപോലെ നന്നായിട്ട് പഠിച്ചിട്ട് ഞാൻ വരാം. സങ്കടം ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൽ എനിക്ക് വേറെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പോകേണ്ട ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നല്ലോ ആ സമയത്ത്, അതുകൊണ്ട് നമുക്ക് കരച്ചിലൊന്നും വന്നിരുന്നില്ല. അങ്ങനെ എല്ലാവരും പോയപ്പോഴാണെങ്കിലും ഈ ഒരു മുതൽ ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നല്ല വിശക്കാനൊക്കെ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ പൊറോട്ടയും ചിക്കൻ പൊരിച്ചതും പിന്നെ പനീർ ബട്ടർ മസാല ഒക്കെ കഴിച്ചു. അങ്ങനെ ഓളോടും യാത്രയൊക്കെ പറഞ്ഞിട്ടോ. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ്. രാവിലെ തന്നെ തലയൊക്കെ ആകെ പുകഞ്ഞുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. കാരണം എന്തെങ്കിലുമൊക്കെ മറന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊക്കെ ഓർക്കലായിരുന്നു. അങ്ങനെ വീടിനോടൊക്കെ ബായ് പറഞ്ഞിട്ട് ഞങ്ങളിത് ഇറങ്ങുകയാണ്. അങ്ങനെ എന്നെ ഇവിടുന്ന് അവിടെ വരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഉപ്പയും അമ്മയും കൂടെ വരുന്നുണ്ട്. നമ്മൾ ഇപ്രാവശ്യം ട്രെയിനിനാണ് പോണത്. കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും ഫ്ലൈറ്റിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. ട്രെയിന് ബുക്ക് ചെയ്യാനായിട്ട് കാരണം വേറെ ഒന്നും ഉണ്ടല്ല, ഈ അടുത്തൊരു ഫ്ലൈറ്റ് ക്രാഷ് ഉണ്ടായിരുന്നല്ലോ, അതിൽ പിന്നെ ചെറുതായിട്ടൊന്ന് പേടി വന്നു ഞങ്ങൾക്ക്. ആൻഡ് ഗൈസ്, സത്യം പറയാല ട്രെയിൻ എടുത്ത് നന്നായി. കാരണം എനിക്ക് ഒരുപാട് ലഗേജ് ഉണ്ടായിരുന്നു. ഇതൊക്കെ പാടെ നമ്മൾ ഫ്ലൈറ്റിൽ പോവുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ലഗേജ് വേറെ എടുക്കേണ്ടി വന്നേനെ. എനിക്ക് ട്രെയിൻ ജേണി ആയിട്ടുള്ളൊരു മെമ്മറി എന്ന് പറയുമ്പോൾ ഞാനൊരു 4ാം ക്ലാസ് 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ നമ്മൾ ഡൽഹി രാജസ്ഥാനൊക്കെ കറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ ട്രെയിനിൽ കയറിയപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റു അടിച്ചിട്ടോ. എനിക്ക് പൊതുവേ ഈ ട്രെയിനും ബസ്സിനൊക്കെ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്, ഈ ഫ്ലൈറ്റും കാറിനൊക്കെ പകരം. അത് എന്തുകൊണ്ടാണെന്നറിയില്ല, മേ ബി ഞാൻ ബസ്സിലും ട്രെയിനിലൊന്നും അധികം ട്രാവൽ ചെയ്യാത്തതുകൊണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി ബാഗും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഒരു വിധത്തിലാണ് എല്ലാം അതിൻ്റെ അടിയിൽ വെച്ചത്. നമ്മൾ പിന്നെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഞാനും ഉപ്പയും എന്ന് പറയുമ്പോൾ ചില സമയത്ത് നമ്മൾ തമ്മിൽ ഭയങ്കര സ്നേഹനും ചില സമയത്ത് നമ്മൾ കീരിമ്പാമ്പായിരിക്കും. പക്ഷെ ഈ പോകുന്നതിൻ്റെ സങ്കടം കൊണ്ടാണോ എന്നറിയത്തില്ല, നമ്മൾ തമ്മിൽ അങ്ങനെ വലിയ തല്ലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആകെപ്പാട് ഉള്ളൊരു ഇടങ്ങേറ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 3 ദിവസം നമ്മൾ ട്രെയിനിലിരിക്കണം. അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ 2AC ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആകെ ഒരു സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ബാത്റൂം തന്നെയാണ്. മാക്സിമം നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പിന്നെ ഉമ്മച്ചി നല്ല പത്തിരിയും ബീഫ് കറിയും ചിക്കൻ പൊരിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞാൻ അങ്ങനെ കിടന്നു. എനിക്ക് അപ്പർ ബെർത്താണ് കിട്ടിയത്. നെക്സ്റ്റ് ഡേ പിന്നെ പയ്യന്മാര് പാവുഭാജി വേണോ എന്ന് ചോദിക്കുമ്പോഴാണ് എണീക്കണത്. അങ്ങനെ അതും പേടിച്ച് കഴിച്ചു. എനിക്ക് രാത്രി ഒന്നും വല്ലാണ്ട് അങ്ങോട്ട് ഉറങ്ങാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കിപ്പോൾ ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെന്നുണ്ടെങ്കിലും എനിക്ക് എപ്പോഴും ലോവർ ബെർത്ത് വേണം. പക്ഷെ എനിക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പർ ബെർത്ത് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ടി ഇങ്ങനെ ഷേക്ക് ചെയ്യുമ്പോൾ എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റാറില്ല. അല്ലെങ്കിലൊക്കെ ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും സുഖമായിട്ട് കിടന്നുറങ്ങും. അങ്ങനെ 2 ദിവസം നമ്മൾ സക്സസ്ഫുള്ളി ട്രെയിനിൽ ഇരുന്നു കൈ. അങ്ങനെ നമ്മളിതാ ഹസരത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലാണ് വന്നിട്ടുള്ളത്, ന്യൂഡൽഹി. ചെറുതായിട്ട് അവിടുത്തെ കൂലിനായിട്ട് ഒരു കച്ചറൊക്കെ ഉണ്ട്. ഇവിടെയുള്ള ചില ആൾക്കാർ നമ്മൾ ഹിന്ദിക്കാരല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നല്ലോണം പറ്റിക്കാനായിട്ട് നോക്കും. എനിക്ക് പിന്നെ ഹിന്ദി അറിയുന്നതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമല്ല. അങ്ങനെ ഞാൻ ഉത്തർപ്രദേശിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ വരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഹോട്ടലും കാര്യങ്ങളെല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ ഗൈസ്, അങ്ങനെ റൂമിൽ വന്നിട്ടൊന്ന് കുളിച്ചപ്പോഴാണ് നല്ലൊരു സമാധാനം കിട്ടിയത്. ബാത്റൂമിന്റെ കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ ട്രെയിൻ ജേണി നല്ല അടിപൊളിയായിരുന്നു. പിന്നെ വിശന്നോണ്ട് തന്നെ നമ്മൾ നേരെ പോയിട്ട് ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് നല്ല റെസ്റ്റ് എടുത്തു. നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ ഉറങ്ങി തീർത്തു. ഇത് പിന്നെ നെക്സ്റ്റ് ഡേ ആണ് ഗൈസ്. എനിക്ക് ഇന്ന് ഒരുപാട് പരിപാടികളുണ്ട്. ആദ്യം തന്നെ ഹോസ്റ്റലിൽ പോയിട്ട് നമ്മൾ ബാഗേജും കാര്യങ്ങളെല്ലാം ഡ്രോപ്പ് ചെയ്യണം. എന്നിട്ട് പിന്നെ ഹോസ്റ്റലിലേക്കുള്ള അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. ഈ ഒരു സ്റ്റേജൊക്കെ ആയ സമയത്ത് ചെറുതായിട്ട് മനസ്സിൽ ഇങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം നെക്സ്റ്റ് ഡേ ഒരു തിരിച്ച് പോവുകയാണ്. അപ്പൊ ഗൈസ്, ഞാൻ എന്തിനാണ് ഈ ഉത്തർപ്രദേശ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ സ്റ്റഡീസിന്റെ ഭാഗമായിട്ടാണ്. വൈ നോർത്ത് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ആൻസർ തരാൻ പറ്റില്ല. ഐ ജസ്റ്റ് വാണ്ടഡ് എ ന്യൂ എക്സ്പീരിയൻസ് ടു മീറ്റ് ന്യൂ പീപ്പിൾ, ന്യൂ സിറ്റി ആൻഡ് ന്യൂ ലൈഫ്. അടിപൊളിയാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നേക്കണത്. ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനെ ഞാൻ എൻ്റെ ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള ഒരു മാളിൽ വന്നിക്കാണ്, DLF മാൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അവിടുന്ന് ഫുഡ് കഴിച്ചു. പിന്നെ നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളൂ. പിന്നെയും നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വരാമല്ലോ. അങ്ങനെ ആകെ ടയേർഡായിട്ടാണ് റൂം എത്തിയത്. അങ്ങനെ നേരെ കിടന്ന് ഉറങ്ങാനായിട്ട് പോയി. സോ നെക്സ്റ്റ് ഡേ ആണ് അവർ പോയത്. അവർക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി.
പക്ഷെ ഞാനില്ലാത്തതിന്റെ വിഷമം കൊണ്ട് അവർക്ക് അന്ന് തന്നെ വീടെത്തണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ നേരെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. ഫ്ലൈറ്റിന്റെ ടൈമിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പുലർച്ചെ 5 മണിയൊക്കെ ആയ സമയത്താണ്. ഞങ്ങൾ യു-പിയിൽ നിന്ന് ഒരു 2 മണി 2:30 ആയ സമയത്തായിട്ടാണ് ഇറങ്ങി. രാവിലെ തന്നെ ഗൈസ് നല്ലൊരു മണ്ടത്തരം പറ്റി. 4000 രൂപ ഞങ്ങളെ അങ്ങനെ പോയി. ക്യാബിന്റെ ചാർജ് വന്നിട്ട് ഒരു 2000 റുപ്പീസാണ്. പേയ്മെന്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഉപ്പാന്റെ ഗൂഗിൾ പേ ത്രൂ എന്ത് എറർ ആയതുകൊണ്ട് ഞാൻ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പാന്റെ അക്കൗണ്ടിൽ നിന്നും ക്യാഷും പോയി. അങ്ങനെ എന്റേന്നും ഉപ്പാന്റേന്നും പോയി. പിന്നെ ഡ്രൈവർ ആണെങ്കിൽ നമുക്ക് റീഫണ്ട് തന്നില്ല. ഇമ്മച്ചി നല്ല കരച്ചിലായിരുന്നു പോണ സമയത്ത്. ഉപ്പാക്ക് പിന്നെ നല്ല വിഷമം മനസ്സിന്റെ ഉള്ളിൽ കടിച്ചു പിടിച്ച് നിൽക്കലായിരുന്നു. അതേ സെയിം അവസ്ഥയായിരുന്നു എനിക്കും. മുന്നൊക്കെ നമ്മൾ പിരിഞ്ഞിരിക്കുമ്പോൾ ഭയങ്കര സീനായിരുന്നു. ഇപ്രാവശ്യം അതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ അത്യാവശ്യം നല്ലോണം പിരിഞ്ഞിരുന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതങ്ങനെ ശീലായി. ഉപ്പ എന്നോട് ഡ്രോപ്പ് ചെയ്യാനായിട്ട് വരണ്ടെന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റൂമിൽ എന്നെ കിടന്നുറങ്ങിക്കോ, രാവിലെ ആകുമ്പോഴേക്കും ഹോസ്റ്റലിൽ പോയാൽ മതി. ഓര് പോകുമ്പോൾ എങ്ങനെയാണ് ഗൈസ് എനിക്ക് അങ്ങനെ ഉറങ്ങാനായിട്ട് പറ്റുക? ഞാൻ അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ ഒരു 6 മണിയൊക്കെ ആയ സമയത്ത് മെട്രോ കയറി. സത്യം പറയുകയാണെങ്കിൽ ഉത്തർപ്രദേശിക്ക് മെട്രോയിൽ പോകാനായിട്ട് ഭയങ്കര സുഖമാണ്, പ്രത്യേകിച്ച് എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.